ബി.ജി. വിഷ്ണു. ഇപ്പോൾ ശ്രീ മഹേഷ് പണിക്കരുടെ വാക്കുകൾ തന്നെ കടമെടുത്താൽ ഭക്തിക്കൊള്ള. അപ്പോൾ ആരൊക്കെ ഒരുപാട് പേർ ചേർന്ന് ബോധപൂർവം വലിയ ശ്രമങ്ങൾ നടത്തിയിരിക്കുന്നു. 99-ൽ അവിടെ സ്വർണം പാളി ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ചെമ്പിൽ സ്വർണ്ണപ്പാളി ഉണ്ടായിരുന്നു എന്നുള്ളത്. കാരണം അതിനുശേഷമുള്ള ദൃശ്യങ്ങളടക്കം കൃത്യമായി മാധ്യമങ്ങൾ ചർച്ചയാക്കി തെളിവുകൾ സഹിതമാണ് പുറത്തു വരുന്നത്. പക്ഷേ 2019 ആകുമ്പോൾ സ്ഥിതി മാറുന്നു. 39 ദിവസത്തിന് ശേഷം ഒരു കമ്പനിയിലെത്തുന്നു. പക്ഷേ ആ കമ്പനി തന്നെ പറയുന്നുണ്ട് മറ്റെന്തെങ്കിലുമൊക്കെ ലോഹം പൂശിയത് അവിടെ അവർ വീണ്ടും അത് ചെയ്യില്ല, അതിൽ പണി ചെയ്യില്ല എന്നുള്ളത്. അപ്പോൾ എവിടെയാണ് കുഴപ്പം? ദേവസ്വം ബോർഡിന്റെ അന്നത്തെ റിപ്പോർട്ട്, ദേവസ്വം ബോർഡ് യോഗം ചേരുന്നു. തിരുവാഭരണ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ട്രാക്ടറിൽ നിന്നും താഴെ പമ്പയിലെത്തി അവിടെ നിന്ന് 39 ദിവസം കഴിഞ്ഞ് മറ്റൊരു കമ്പനിയിലെത്തുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു നാടകം പോലെ, അടിമുടി ഇതിലൊരു കൃത്യമായി എന്തൊക്കെ ഒരു ക്രിമിനൽ ഗൂഢാലോചന തോന്നുന്നുണ്ടോ? സംശയമൊന്നുമില്ല. വലിയ കൊള്ളയാണ് ശബരിമലയെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ അയ്യപ്പ വിശ്വാസികളുടെ കേന്ദ്രമായ ശബരിമലയിൽ ഭക്തർ നൽകുന്ന കോടിക്കണക്കിന് രൂപയുടെ പണവും സ്വർണവുമെല്ലാം എങ്ങനെ തട്ടിയെടുക്കാം എന്നുള്ളതാണ് ഇവിടം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ദേവസ്വം ബോർഡും അവരെ നയിക്കുന്ന സർക്കാരിലെ ഉന്നതന്മാരുമൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇന്ന് വന്ന പോറ്റി എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കൊള്ളയിലെ ചെറിയൊരു കൊള്ളക്കാരൻ മാത്രമാണ്. ഇതിലും വലിയ ഭീകരന്മാരായ കൊള്ളക്കാരെല്ലാം ഇപ്പോൾ അധികാര കേന്ദ്രങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇതെല്ലാം കണ്ട് രസിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇന്ന് പത്രസമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മുൻ വിദേശകാര്യമന്ത്രി ശ്രീ വി മുരളീധരൻ വളരെ വ്യക്തമായി പറഞ്ഞു ഇരിക്കുകയാണ്, കേരളത്തിന് പുറത്തുള്ള കേന്ദ്ര ഏജൻസിയോ അല്ലെങ്കിൽ ഒരു സിറ്റിംഗ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ ക്രിമിനൽ അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇതിൻ്റെ സത്യാവസ്ഥകൾ പുറത്തു കൊണ്ടുവരാൻ പറ്റൂ. അല്ലാതെ കേരളത്തിലെ സർക്കാരിന് കീഴിലുള്ള ഏതെങ്കിലും വിജിലൻസ് കമ്മീഷണറോ ഒന്നും അന്വേഷിച്ചാൽ ഇതൊന്നും വരില്ല. കാരണം എന്ന് വെച്ചാൽ കാലാകാലങ്ങളിലായി നമ്മുടെ അറിയാതെ വലിയ കൊള്ള ശബരിമല കേന്ദ്രീകരിച്ച് ഇതിൽ പല ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, സാമ്പത്തികപരമായ ശബരിമലയെ കൊള്ളയടിക്കുക, ഭക്തന്മാർ നൽകുന്ന കോടിക്കണക്കിന് രൂപയുടെ ഒരു വശത്തുകൂടി കൊണ്ടുപോകുക. മറ്റൊന്ന്, ഈ വിവാദങ്ങളെല്ലാം തന്നെ ശബരിമലയിൽ ഏതെങ്കിലും രീതിയിൽ ബാധിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. കാരണം ഒരു വിവാദവും ശബരിമലയെ എപ്പോഴും പിടിച്ചു കുലുക്കാൻ ശേഷിയുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ശബരിമലയെ സംരക്ഷിക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ, സർക്കാരുകളെല്ലാം തന്നെ എല്ലാ കാലഘട്ടത്തിലും ശബരിമലയെ ഒരു കച്ചവട കേന്ദ്രമാക്കിക്കൊണ്ട് ഇവിടെ വരുന്ന ഭക്തജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് വലിയ സാമ്പത്തിക കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ട് വലിയ ലാഭമാണ് ശബരിമലയെ മുൻനിർത്തി തങ്ങൾക്ക് നേടണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇവിടെ ആചാരങ്ങൾ തെറ്റിക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ അയ്യപ്പ സംഗമത്തിൽ കല്ലും മെത്തും എന്നൊക്കെ പറഞ്ഞ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, നേരെ ചൊവ്വയെ അതുപോലും പറയാൻ അറിയാത്ത മുഖ്യമന്ത്രി പോലും ഇപ്പോൾ എന്തിനാ വന്നിരിക്കുന്നത്? ശബരിമലയെ ഒരു കച്ചവട കേന്ദ്രമാക്കി മാറ്റുക. കാരണം വലിയ ബിസിനസ്സുകാരെ, വ്യവസായികളെയൊക്കെ കൊണ്ടുവരിക, അവിടുത്തെ സാധാരണ കച്ചവടക്കാരെയൊക്കെ മാറ്റുക, എന്നിട്ട് വലിയ രീതിയിലുള്ള ഒരു ഹോൾസെയിൽ കച്ചവടം ശബരിമലയിൽ നടപ്പിലാക്കുക. അതിനോടൊപ്പം തന്നെ വലിയ കൊള്ള നടത്തുക. ഇന്ന് തന്നെ നമുക്കറിയാം, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറും കടകംപള്ളി സുരേന്ദ്രനൊന്നും ഇതുവരെ ഇതിനെപ്പറ്റി പ്രതികരിച്ചിട്ടില്ല. കാരണം ഇവരുടെയൊക്കെ വലിയ അറിവോടുകൂടി തന്നെയാണ് ശബരിമലയിൽ ഇത്രയും വലിയ കൊള്ള നടത്തിയിരിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു പോറ്റി ഒരു സുപ്രഭാതത്തിൽ വന്ന് അവിടുത്തെ സ്വർണ്ണപ്പാളികളെടുത്ത് തൻ്റെ കീശയിൽ വെച്ചുകൊണ്ട് ശബരിമലയുടെ പുറത്തേക്ക് പോകാൻ കഴിയില്ല. ആ കമ്പനി തന്നെ വ്യക്തമാക്കി പറഞ്ഞല്ലോ, ഞങ്ങൾ ഇത്തരത്തിലുള്ള സ്വർണ്ണമൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നുള്ള കാര്യം. ഓരോ ദിവസവും ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സത്യാവസ്ഥകൾ പുറത്തേക്ക് വരുമ്പോൾ കേരളത്തിലെ സർക്കാർ അടക്കം മൗനം പാലിക്കുകയാണ്. കാരണം ഈ പോറ്റിയടക്കം പിണറായി വിജയൻ പങ്കെടുത്ത പരിപാടിയിലുണ്ടെന്നേ. എങ്ങനെയാണ് ഇത്രയും വലിയ വിവാദത്തിൽപ്പെട്ട ഒരാൾ മുഖ്യമന്ത്രിക്കൊപ്പം പൊതുസ്ഥലത്ത് ഒരുമിച്ചെത്തുന്നത്, അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് എത്തുന്നത്? ഈ സ്വർണം ആരുടെയൊക്കെ വീട്ടിൽ പോയി, ആരുടെയൊക്കെ വീടുകളിൽ പൂജയ്ക്ക് ഉപയോഗിച്ചു, അത് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കപ്പെട്ടാലും ഇവിടെ കൊള്ള ചെയ്യപ്പെടുന്നത് ശബരിമലയുടെ സ്വത്താണ്. അതിനെതിരെ ശക്തമായ അന്വേഷണം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ മുന്നിലും പിന്നിലുമുള്ള കൊള്ളക്കാരന്മാരെ, ഈ നാടിനെ ദ്രോഹിക്കുന്ന ദ്രോഹികളെ പുറത്തു കൊണ്ടുവരാൻ കഴിയൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.